പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തി ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറുകയാണ് കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ തീരദേശ ഗ്രാമങ്ങൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാര നടപടികൾ ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. നീലേശ്വരം പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്ക് പ്രദേശത്ത് മാത്രം 85ഓളം വീട്ടുപറമ്പുകളിലേക്ക് വേലിയേറ്റത്തിൽ പുഴവെള്ളം എത്തിയിരിക്കുകയാണ്. നീലേശ്വരം നഗരസഭയിലെ പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്കൈ ദ്വീപിൽ തേജസ്വിനി പുഴയിൽ നിന്നാണ് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം വീട്ടുവളപ്പിലേക്ക് കയറുന്നത്. പുഴയിൽ നിന്ന് കയറി വന്ന ഉപ്പുവെള്ളം വീട്ടുമുറ്റം വരെ എത്തിയിരിക്കുകയാണ്. പറമ്പുകളിൽ ഉപ്പുവെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയിലേറെയായി. മുൻകാലങ്ങളിൽ ഇല്ലാത്ത ദുരിതാവസ്ഥയാണ് ഇതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നീലേശ്വരം നഗരസഭയിലെ തീരദേശ വാർഡുകളായ പുറത്തേക്കൈ, കടിഞ്ഞിമൂല പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. ഉപ്പുവെള്ളം കാരണം കൃഷിയിടങ്ങൾ നശിക്കുകയാണ്. ചെളിയും ദുർഗന്ധവും പ്രാണിശല്യവും വർദ്ധിച്ച് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോഴത്തെ കൊട്ടാകെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പശുവിനൊന്നും കഴിയുന്നില്ല കട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കുടിവെള്ളം എല്ലാം ഉപ്പുവെള്ളമായിട്ട് വരുന്നു. ഇപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. എല്ലാം നഷ്ടപ്പെട്ടു. മുറ്റത്താണെങ്കിൽ ഒന്നുമില്ല. കുറേ പ്രാവശ്യമായി ഇപ്രാവശ്യം വരുന്നു. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്ന് പോകലുണ്ട്. ഇപ്പോൾ ഇടക്കിടക്കേ വരുന്നുണ്ട് വെള്ളം. ഞങ്ങളൊന്നും ജീവിതകാലത്ത് ഇങ്ങനെ ഒരു ഉപ്പുവെള്ളം കയറുന്നുണ്ടായില്ല. ഇത് വെച്ചാൽ ഭയങ്കരം. ഇപ്പോൾ വീട് ഈ പുറത്തേക്ക് 80 വീടുണ്ട്. ഇവിടെ വെച്ചാൽ കുടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം നീലേശ്വരം ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നീലേശ്വരം പാലം നിർമ്മിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ബണ്ട് അവിടെ കെട്ടിയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ പാലായി അണക്കെട്ട് വന്നതിന് ശേഷം വെള്ളം ആ കിഴക്കൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പിന്നെ പെരുമ്പട്ട, കുന്നുംകൈ ഭാഗത്ത്, കയ്യൂർ ഭാഗത്തേക്ക് ഈ വെള്ളം പോകുന്നതാണ്. അപ്പോൾ അവിടെ തടയാണ് കെട്ടിയതുകൊണ്ട് വെള്ളം അവിടെയും സ്റ്റോപ്പ്. ഇപ്പോൾ ഈ പ്രദേശത്തെ വെള്ളം കെട്ടി പൊന്തിയാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇപ്പം ഈ പുഴയിൽ നിന്ന് മണലെടുക്കുന്നുണ്ടല്ലോ. പുഴയിൽ നിന്ന് മണലെടുക്കുന്നതുകൊണ്ട് ഈ കരപ്രദേശം മുഴുവൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസുഖം വരുന്നുണ്ട്. ഇപ്പം പിന്നെ കൊതുകിന് ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇതിൽ അധികം ഈ കൊതുകിന് ശല്യമാണ്. ഇപ്പോൾ ഈ ത്വക്ക് രോഗം, അതുപോലെ പിന്നെ ഇങ്ങനത്തെ രോഗങ്ങൾ കൂടുതലുണ്ട്. പിന്നെ ഒന്നാമത് ക്യാൻസർ രോഗികളൊരു അധികം വലിയൊരു മേഖലയാണ് ഈ തീരദേശ മേഖല. ക്യാൻസർ ഒരു 10 വീട് ഒരാൾക്ക് ക്യാൻസർ രോഗി, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീലേശ്വരം പുഴയുടെ പല ഭാഗത്തും ബണ്ടുകൾ നിർമ്മിച്ചത് ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തുന്നതിന് പ്രധാന കാരണമായി. പുഴയോരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പാർശ്വഭിത്തികൾ ഇല്ലാതായിട്ട് 20 വർഷത്തോളമായി. തൈക്കടപ്പുറം മുതൽ നീലേശ്വരം പാലം വരെ പാർശ്വഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകൂ. ഈ കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടിയൊന്നുമായില്ല. 40ഓളം ഹൗസ് ബോട്ടുകളാണ് തേജസ്വിനി പുഴയിൽ സർവീസ് നടത്തുന്നത്. ഇവയിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റും പുഴയിലേക്ക് വലിച്ചെറിയുന്നത് കാരണം വേലിയേറ്റ സമയത്ത് ഇവ ദ്വീപിലെ വീടുകളിലേക്കാണ് എത്തുന്നത്. പാർശ്വഭിത്തിയില്ലാത്തതിനാൽ ഹൗസ് ബോട്ടുകൾ കടന്നുപോകുമ്പോൾ തിരകൾ അടിച്ചുകയറി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ദ്വീപ് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.